സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫതു ഫിൽ അഹ്ൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅതാഇസ് സഫർ വകആബത്തിൽ മൻളബ് വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ എന്ന് പറയുമായിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ, അല്ലാഹുവേ യാത്രയിലെ കൂട്ടുകാരൻ നീയാണ്. വൽ ഖലീഫതു ഫിൽ അഹ്ൽ, കുടുംബത്തിന്റെ സംരക്ഷകനും നീയാണ് അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅതാഇസ് സഫർ, യാത്രയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. കാഴ്ചയുടെ ഇരുട്ടിൽ നിന്നും, യാത്ര പോകുമ്പോൾ കാഴ്ച മങ്ങിയാൽ അത് ചിലപ്പോൾ അപകടത്തിൽ പെട്ടുപോകും. അങ്ങനെ കാഴ്ചയുടെ അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ കാഴ്ചയുടെ ഇരുട്ടിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഞാൻ ഒരു ദേശത്തേക്ക് പോവുകയാണ്, എന്റെ കുടുംബത്തെ മാറ്റിവെച്ച് ഞാൻ പോകുമ്പോൾ എന്റെ കുടുംബത്തിലും സമ്പത്തിലും ഉണ്ടാകുന്ന മോശമായ ഫലങ്ങളിൽ നിന്ന്, ദുഷ്ഫലങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ എന്നോട് കാവൽ ചോദിക്കുന്നു എന്ന ഈ ദിക്ർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയിരുന്നു. അഞ്ചാമത്, ഒരാൾ യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ അഊദു ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല പറഞ്ഞു, ഇദാ നസല അഹദുകും മൻസില, ഒരു സ്ഥലത്ത് നിങ്ങൾ ഇറങ്ങിയാൽ, നിങ്ങളിൽ ഒരാൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ ഫൽയഖുൽ, അവൻ പറയട്ടെ, അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്ർ അവൻ പറയട്ടെ. അങ്ങനെ പറഞ്ഞാൽ ഫഇന്നഹു ലാ യദുറുഹു ശൈഉൻ ഹത്താ യർതഹില മിൻഹു, അവിടെ നിന്നും പോകുന്നത് വരെ ഒരു ശർറും അവന് ബാധിക്കൂല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഹദ്ദാദ് ചൊല്ലുന്നവരാണ്. ആ ഹദ്ദാദിലൂടെ ഈ ദിക്ർ, ആ ദിക്ർ ഉടനെ തന്നെ നമ്മൾ ചൊല്ലുക. അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. ഇത് നമുക്ക് ആ പ്രദേശത്തുണ്ടാകുന്ന ഷർറിൽ നിന്നുള്ള കാവലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആറാമത്തെ കാവൽ തേടൽ, ഒരാൾ ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് ഉറക്കിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണാതിരിക്കാൻ പ്രത്യേകം ഔദു ഓതൽ സുന്നത്തുണ്ട്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പ്രമുഖനായ സ്വഹാബിയ. ആ സ്വഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് നിന്ന് ആവലാതി പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അജിദു വഹ്ശ ഫീ മനാമി, തീർച്ചയായും ഞാൻ എന്റെ ഉറക്കിൽ എനിക്ക് പേടിപ്പെടുത്തുന്ന, എനിക്ക് മോശമാകുന്ന പല സ്വപ്നങ്ങളും ഞാൻ കാണുന്നു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ പ്രതിവിധി പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ മുത്തജഅത ലിന്നൗമി ഫഖുൽ, മോനെ ഖാലിദേ, നീ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഫഖുൽ, നീ പറയണം, അഊദു ബികലിമാതില്ലാഹി താമ്മതി മിൻ ഗളബിഹി വഇഖാബിഹി
وشر عباده ومن همزات الشياطين وأن يحضرون. കാവൽ തേടുന്നതിന്റെ മറ്റൊരു രൂപമാണ് ഈ ദിക്ർ. മോനെ നീ ചൊല്ലിയാൽ നിനക്ക് നിനക്ക് ഉറക്കിൽ ഭയപ്പെടുത്തുന്ന ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നീ അതൊന്ന് ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശമല്ലേ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അതുപോലെ ചെയ്യുന്നു. പിന്നീട് ആ രൂപത്തിൽ പേടിപ്പെടുത്തുന്ന ഒരു ശവമാനവർക്കും ഉണ്ടാകുന്നില്ല. ഇനി ഏഴാമത്തെ കാവൽ അതേതാണ്? പാമ്പ്, തേട് പോലോത്തവയുടെ വിഷം ഏൽക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ദിക്റാണ് അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. ഈ ദിക്റിന് വലിയ ഫലം ലഭിക്കുകയാണ്. ഈ ദിക്ർ ഒരാൾ സുബ്ഹിക്ക് ശേഷം 3 തവണയും അതേ രൂപത്തിൽ വൈകുന്നേര സമയത്ത് 3 തവണയും അവൻ ചൊല്ലിയാൽ വിഷജന്തുക്കളിൽ നിന്ന് കാവലാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഇമാം അബ്ദുല്ലാഹി ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ക്രോഡീകരിച്ച് ഹദീസുകളിൽ നിന്ന് നമുക്ക് നൽകിയ ഒരു സമാഹാരമാണ് ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നത്. വലിയ പവറാണ്. ഫാത്തിഹ കൊണ്ടാണല്ലോ തുടങ്ങുന്നത്, സ്വലാത്ത് കൊണ്ടാണല്ലോ അവസാനിക്കുന്നത്. അതിൽ എന്തെല്ലാം പ്രധാനപ്പെട്ട ആയത്തുകളുണ്ട്. അലിഫ് ലാം മീം, സൂറത്തുൽ ബഖറയുടെ തുടക്കം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആമന റസൂൽ, ആയത്തുൽ കുർസി, ഇതൊക്കെ അടങ്ങി ഹദീസുകളിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ദിക്റുകൾ ഇങ്ങനെ കൊടുത്ത് അതിങ്ങനെ ചൊല്ലുമ്പോൾ എന്തൊരു റാഹത്താണ്. അത് നമ്മൾ എന്തായാലും നമ്മുടെ പള്ളിയിൽ ഇശാഇന്റെ മുമ്പ് അത് ചൊല്ലുന്നു. അപ്പോൾ അതിൽ നമ്മൾ വളരെ സജീവമായി നമ്മൾ ഏത് പള്ളിയിലാണോ ഉള്ളത് ആ ഹദ്ദാദ് റാത്തീബിൽ നമ്മൾ പങ്കെടുത്താൽ അത് നമ്മൾ ആ കൂട്ടത്തിൽ ഇരുന്ന് ചൊല്ലിപ്പോകുന്നു. അതേ രൂപത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു സമാഹാരമാണ് വിർദുൽ ലത്തീഫ് എന്ന് പറയുന്നത്. രാവിലെ നമ്മൾ അത് ചൊല്ലിയാൽ ആ ദിക്റുകളൊക്കെ അതിലുണ്ട്, അത് നമ്മൾ അറിയാതെ ചൊല്ലുന്നു. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട വദീഫകൾ പ്രധാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹി ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നമ്മുടെ ജീവിതം നന്നാക്കാൻ, നമ്മുടെ ശരീരത്തിലും കുടുംബത്തിലും അതുപോലെ ജോലി സ്ഥലങ്ങളിലും വാഹനങ്ങളിലും ഒക്കെ കാവൽ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ദിക്റുകൾ. ആ ദിക്റുകൾ ചൊല്ലുമ്പോൾ വളരെ ആത്മാർത്ഥമായി ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ഫലങ്ങളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ. ഈ ദിക്ർ 3 തവണ രാവിലെയും വൈകുന്നേരവും അവരാണ് ചൊല്ലിയാൽ അവന് വിഷജന്തുക്കളിൽ നിന്നുള്ള കാവലാണ്. അതുകൊണ്ടല്ലേ ഒരു മഹാൻ പറഞ്ഞത്, ആ മഹാൻ പള്ളിയിലേക്ക് കടന്നു പോവുകയാണ്. സുബ്ഹിയുടെ സമയത്ത് പള്ളിയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അതാ അദ്ദേഹത്തിന് നല്ല ഒരു സർപ്പം കുത്തുകയാണ്. പിന്നിൽ അദ്ദേഹത്തിന്റെ സഹചാരിയുണ്ട്. ആ സഹചാരി ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ കൊത്തിപ്പോയതൊരു പാമ്പാണ്. അങ്ങനെ അതാ പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, മോനെ, നീ ആ സ്ഥലത്ത് പോയി നോക്കൂ, ഞാൻ ഹദ്ദാദ് ചൊല്ലുന്ന ആളല്ലേ, ആ മനുഷ്യൻ, ആ പാമ്പ് അവിടെ ചത്ത് കിടന്നിട്ടുണ്ടാകും, നീ ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതാ പള്ളിയുടെ കുറച്ചപ്പുറത്ത് ഈ പാമ്പ് അവിടെ ചത്ത് പോയിട്ടുണ്ട്. അപ്പൊ അത്രയും പവറാണ്. ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിയാൽ നമ്മെ ഏത് വിഷജന്തുക്കൾക്കും ഒന്നും ഉപദ്രവിക്കാൻ കഴിയില്ല. ആ വിഷജന്തു നമ്മെ ഉപദ്രവിച്ചാൽ തന്നെ നമുക്ക് പവറുണ്ടോ, അവരിലേക്ക് അത് തന്നെ മടങ്ങിയിട്ട് അതങ്ങ് ചത്ത് കിടന്നു പോകുമോ എന്ന് പറഞ്ഞതിന്റെ തെളിവാണത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, 8ാമതായി ഉറക്കത്തിൽ മോശപ്പെട്ടത് കണ്ടു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞത് ഉറക്കിൽ അത്തരം പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയുള്ള കാവലാണ്, പ്രൊട്ടക്ഷനാണ്. എന്നാൽ ഉറക്കത്തിൽ മോശപ്പെട്ടത് കണ്ടു കഴിഞ്ഞാലോ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്?
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹദീസിൽ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അർറുയ സ്വാലിഹതു മിനല്ലാഹ്, നല്ല സ്വപ്നം, അർറുയ സ്വാലിഹതു, നല്ല സ്വപ്നം, മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നാണ്. വറുയ സൂഉ മിനശ്ശൈത്താൻ, എന്നാൽ മോശമായ സ്വപ്നമോ അത് മിനശ്ശൈത്താനി, പിശാചിൽ നിന്നുള്ളതാണ്. ഫമൻ റആ റുയ, വല്ലവൻ കണ്ടാൽ, സ്വപ്നം കണ്ടു, എന്നിട്ടോ ഫഖറഹ ബിൽഹാ ശൈആ, ആ സ്വപ്നം അത് മനസ്സിന് വല്ലാതെ വെറുപ്പുണ്ടാകുന്നതാണ്, വിഷമമുണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള ഒരു സ്വപ്നം വല്ലവനും കണ്ടാൽ അവൻ എന്ത് ചെയ്യണം? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫൽയംഫുദ് അൻ യസാരിഹി സലാത, ഉടനെ തന്നെ അവന്റെ ഇടത് ഭാഗത്തേക്ക് തുപ്പണം. തുപ്പ് ഇങ്ങനെ ഇപ്പൊ കിടക്കുന്ന സമയത്ത് നമ്മൾ തുപ്പ്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രയോഗം. ഫൽയംഫുദ് അൻ യസാരിഹി സലാത, യംഫുദ് എന്ന് പറഞ്ഞാൽ ഉമിനീരില്ലാതെ 3 തവണ ഇടത് ഭാഗത്തേക്ക് തുപ്പുക. അങ്ങനെ തുപ്പിയതിനു ശേഷം എന്താ പറയുക, മോശപ്പെട്ട ഒരു സ്വപ്നം ഒരാൾ കണ്ട്, എന്നിട്ട് അത് മനസ്സിന് വല്ലാതെ ഇടങ്ങേറാക്കി, ഉടനെ തന്നെ അവൻ എഴുന്നേറ്റുകൊണ്ട് 3 പ്രാവശ്യം ഇടത് ഭാഗത്തേക്ക് ഒരു തുപ്പല് അങ്ങോട്ട് പോയിട്ടില്ലല്ലോ, നമ്മൾ തുപ്പി 3 പ്രാവശ്യം അങ്ങനെ തുപ്പിയതിനു ശേഷം ഉടനെ തന്നെ പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അവൻ കാവൽ ചോദിക്കുക. എങ്കിൽ ലാ തദുറു, അതിന്റെ ഉപദ്രവം അവൻ ഉണ്ടാവുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. എന്താണ് ആ കാര്യം? വലാ യുഖ്ബിർ ബിഹാ അഹദൻ, മോനെ നീ മോശപ്പെട്ട വല്ല സ്വപ്നവും കണ്ടാൽ, വലാ യുഖ്ബിർ ബിഹാ അഹദ, ഒരാളോടും അത് പറയരുതേ. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് പരിഹാരം വാങ്ങാം, അതൊഴികെ വേറെ ആരോടും ആ മോശപ്പെട്ട സംഗതികൾ നീ പറയാൻ പാടില്ല. എന്നാലോ നീ സ്വപ്നം കണ്ടു, എങ്ങനെയുള്ള സ്വപ്നമാണ്? റുഇയൻ ഹസന, നല്ല സ്വപ്നമാണ് നീ കണ്ടത് എങ്കിൽ നിനക്കത് പറയാം. പക്ഷേ അത് ആരോട് പറയരുത്, നീ ഇഷ്ടപ്പെടാത്ത ആരോടും പറയരുത്. വലാ യുഖ്ബിർ ഇല്ലാ മൻ യുഹിബ്ബു, നീ ഇഷ്ടപ്പെടാത്ത ഒരാളോടും അത് പറയരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കാര്യം വിവരമില്ലാത്തവരോട് നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണത്, നീ പറയേണ്ടതില്ല. നിനക്ക് നിന്റെ ഒപ്പമുള്ള ആള്, നിന്നെ സ്നേഹിക്കുന്ന ആളാണ്, നിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ്, അത്തരം പേർക്ക് വിശ്വാസമുള്ള, നിന്നെ ഇഷ്ടം വെക്കുന്ന നല്ല വ്യക്തിയോടല്ലാതെ, കാര്യവിവരമില്ലാത്തവരോടല്ലാതെ നല്ല സ്വപ്നം കണ്ടാലും നീ പറയരുത്. മോശമായ സ്വപ്നം കണ്ടാൽ തീരെ പറയരുത്. നല്ല സ്വപ്നം കണ്ടാലോ അത് നീ ഇഷ്ടം വെക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന നല്ല കാര്യവിവരമുള്ളവരോടല്ലാതെ നീ പറഞ്ഞു പോകരുതേ. ഇനി 9 അതെന്താണ്? നായ കുരക്കുന്നത് കേട്ടാൽ പ്രത്യേകം ഔദു ഓതൽ സുന്നത്തുണ്ട്. നായ കുരക്കുന്നത് കേട്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയൽ സുന്നത്തുണ്ട്. 10 കഴുത കരയുന്നത് കേട്ടാൽ പ്രത്യേകം ഔദു ഓതൽ സുന്നത്തുണ്ട്. അതെന്താണ് തെളിവ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും, അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്താണ് പറയുന്നത്? ഫമൻ സമിഅ നുബാഹൽ കൽബി,
നായ കുരക്കുന്നതോ ഔ നുഹഖ ഹിമാരി, കഴുത കരയുന്നതോ കേട്ടാൽ ഫൽയസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, റജീമായ പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് നീ കാവൽ തേടൂ. ഫഇന്നഹും യറൗന മാ ലാ തറൗന, തീർച്ചയായും അവർ ഉദ്ദേശിക്കുന്നത് നായയാണ്, മറ്റൊന്നും കഴുതയാണ്. ഈ രണ്ട് മൃഗങ്ങളും നിങ്ങൾ കാണാത്തത് എന്ന് ഉദ്ദേശിക്കുന്നത് പിശാചാണ്, ശൈത്താനാണ്. ആ പിശാചിനെ അവർ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ അവിടെ കാവൽ തേടണം. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാൽ, അവിടുന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഇദാ സമിഅതും സിയാഹദ്ദീഖതി, നീ പൂവൻ കോഴി കൂവുന്നത് കേട്ടാൽ ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, നിങ്ങൾ അല്ലാഹുവിനോട് അവന്റെ ഫദ്ലിൽ നിന്ന്, അവന്റെ ഔദാര്യത്തിൽ നിന്ന് നീ ചോദിക്കണേ. അപ്പൊ പൂവൻ കോഴി കൂവുന്നത് കേട്ടാൽ ഉടനെ അല്ലാഹുവിനോട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, അല്ലാഹുവേ ഞാൻ നിന്റെ റഹ്മത്തിൽ നിന്ന്, നിന്റെ ഫദ്ലിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ അല്ലാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കേണ്ട സമയമാണ് പൂവൻ കോഴി കൂവുന്ന സമയം. കാരണം അവിടുന്ന് പറയുന്നു, ഫൈനഹാ, തീർച്ചയായും ആ പൂവൻ കോഴി റഅത് മലക്കൻ, തീർച്ചയായും ആ പൂവൻ കോഴി ഉണ്ടല്ലോ ഒരു മലക്കിനെ കണ്ടിട്ടുണ്ട്. ആ മലക്കിനെ കണ്ടതുകൊണ്ടാണ് കൂവുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു. അപ്പൊ പൂവൻ കോഴിയെ വളർത്തുന്നത് പുണ്യമാണ് എന്നത് ഈ ഹദീസിൽ നിന്ന് മഹാന്മാര് പറയുന്നു. അപ്പോൾ ആ പൂവൻ കോഴി കാണുന്നത് ഒരു മലക്കിനെയാണ്. ആ പൂവൻ കോഴി കൂവുമ്പോൾ അല്ലാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കൽ പ്രത്യേകം പുണ്യമുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് ഉടനെ തന്നെ അവിടെ നിന്ന് പറയുന്നു, എന്നാൽ നിങ്ങൾ കഴുതയുടെ ശബ്ദം കേട്ടാൽ, കഴുത കരയുന്നത് കേട്ടാൽ നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണേ പിശാചിൽ നിന്ന്. തീർച്ചയായും ആ കഴുത പിശാചിനെ കണ്ടിട്ടാണ് ആ കഴുത കരയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, നായയുടെ ശബ്ദം കേട്ടാൽ അവിടെ കാവൽ തേടൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ബാങ്ക് വിളിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നിങ്ങൾ നോക്കൂ, സുബ്ഹി ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നായകൾ ഇങ്ങനെ ഓരിയിട്ട് പായാണ്. അത് ബാങ്ക് കൊടുക്കുന്ന സ്ഥലത്ത് പിശാച് ഉണ്ടാവൂല എന്നാണല്ലോ. ആ ബാങ്ക് കേട്ടാൽ പിശാച് മുഖാത്ത് വിട്ട് ഓടും എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ആ പിശാച് ഇങ്ങനെ ഓടുന്ന സമയത്താണ് നായകൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്. പിശാചിനെ അവർ കാണുകയാണ്. അതേ രൂപത്തിൽ കാണുന്ന ഒരു ജീവിയാണ് കഴുത. ആ കഴുതയുടെയും നായയുടെയും ശബ്ദം കേട്ടാൽ നിങ്ങൾ പ്രത്യേകം അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം എന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു 10 മിനിറ്റ് കൂടെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ബിസ്മിയിലേക്ക് കടക്കാം. ഔദു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഔദുവിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാട്, എങ്കിലും അൽഹംദുലില്ലാഹ് ഏറെക്കുറെ നമ്മൾ പറഞ്ഞു. ഒരുപാട് ഇനിയും പഠിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം അത് നല്ലതുപോലെ ഓതാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹയിലെ ബിസ്മിയിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹയിലെ 1-ാം ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്തുൻ മിനൽ ഫാത്തിഹ. ഫാത്തിഹയിൽപ്പെട്ട ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അഭിപ്രായമാണ് മക്കയിലെ ഖാലിബുകൾക്കും. മഹാന്മാരായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർക്കുള്ളത്. എന്താണ് അതിന്റെ തെളിവ്?
അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദൽ ഫാത്തിഹ, ഫാത്തിഹയെ എണ്ണി സബ്അ ആയാതി, 7 ആയത്തുകളായിട്ട് ഫാത്തിഹയെ എണ്ണി. വഅദ്ദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ എണ്ണി ആയത്തൻ മിൻഹാ, സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്തായിട്ട് എണ്ണുകയും ചെയ്തു. നോക്കൂ, സൂറത്തുൽ ഫാത്തിഹയുടെ ബിസ്മിയും മറ്റു സൂറത്തിലെ ബിസ്മിയും വ്യത്യാസമില്ല. എന്താണ് അതിന്റെ കാരണം? സൂറത്തുൽ ഫാത്തിഹയുടെ ബിസ്മി എടുത്തു നോക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കഴിഞ്ഞതിന് ശേഷം നമ്പർ 1 എന്ന് കാണാൻ കഴിയും. എന്നാൽ സൂറത്തുൽ ബഖറ എടുത്തു നോക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് ശേഷം 1 എന്ന് നമ്പർ കാണില്ല. അലിഫ് ലാം മീം എന്ന് കഴിഞ്ഞതിന് ശേഷമേ നമ്പർ 1 കാണുകയുള്ളൂ. ഇനി സൂറത്തു ആലു ഇമ്രാൻ ആകട്ടെ, സൂറത്തുൽ നിസാ ആകട്ടെ, അങ്ങനെ സൂറത്തുൽ കഹ്ഫ്, അങ്ങനെ സൂറത്തുൽ നാസ് വരെയുള്ള സൂറത്തുകളൊക്കെ എടുത്തു നോക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ നേരെ നമ്പർ 1 എന്ന് കാണാൻ കഴിയില്ല. സൂറത്തുൽ ഫാത്തിഹയിൽ അങ്ങനെ കാണാൻ കഴിയും. അത് ഏത് അഭിപ്രായം അനുസരിച്ചാണ്? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദൽ ഫാത്തിഹത 7 ആയാതിൻ വഅദ്ദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയതൻ മിൻഹാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തായി എണ്ണുകയും അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ സൂറത്തുൽ ഫാത്തിഹയിൽപ്പെട്ട 1ാമത്തെ ആയത്തായി എണ്ണുകയും ചെയ്തു. ഈ അഭിപ്രായം അനുസരിച്ചിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ എണ്ണം എങ്ങനെ ക്രമീകരിക്കണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 1ാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 2ാമത്തെ ആയത്ത്, അർറഹ്മാനിർ റഹീം 3ാമത്തെ ആയത്ത്, മാലികി യൗമിദ്ദീൻ 4ാമത്തെ ആയത്ത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ 5ാമത്തെ ആയത്ത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം 6ാമത്തെ ആയത്ത്. 7ാമത്തെ ആയത്ത് എങ്ങനെയാണ് അവിടെ എണ്ണിയത്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ വരെ 7 ആയത്ത്. അപ്പോൾ സിറാത്തൽ ലദീന മുതൽ വലദ്ദാല്ലീൻ വരെ 7 ആയത്തായിട്ട് എണ്ണുന്നു. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഫാത്തിഹയിലെ ആയത്ത് അല്ല എന്ന് പറയുന്ന ചില വിഭാഗം ആളുകളുണ്ട്. അവരെങ്ങനെയാണ് ഫാത്തിഹയെ എണ്ണിയത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഖുർആനാണോ അല്ലേ? അത് ഖുർആനാണ് എല്ലാവർക്കും ഉറപ്പാണ്. കാരണം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അവിടുന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം കത്ത് എഴുതിയതിന്റെ ആ ഒരു ആമുഖം ബിസ്മി കൊണ്ട് തുടങ്ങി എന്ന് മറ്റൊരു സൂറത്തിൽ പെട്ടതുകൊണ്ട് തന്നെ ഖുർആനിൽ പെട്ട ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് എല്ലാ പണ്ഡിതന്മാരും ഉറപ്പിച്ചതാണ്. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഫാത്തിഹയിലെ ആയത്ത് അല്ല എന്ന് പറയുന്നവർ അവരെ എണ്ണുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് 1ാമത്തെ ആയത്ത് അല്ല. പിന്നെ അവർ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അത് 1ാമത്തെ ആയത്താണ്, അർറഹ്മാനിർ റഹീം 2ാമത്തെ ആയത്ത്, മാലികി യൗമിദ്ദീൻ 3ാമത്തെ ആയത്ത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ 4ാമത്തെ ആയത്ത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം 5ാമത്തെ ആയത്ത്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നത് 6ാമത്തെ ആയത്തും പിന്നെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ അത് 7ാമത്തെ ആയത്തുമായിട്ട് എണ്ണുകയാണ്. ഇനി നോക്കൂ, അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണോ അല്ലയോ എന്നതിലേ തർക്കമുള്ളൂ. നേരെ മറിച്ച് ഖുർആൻ ആ ഖുർആനിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഒരു സൂറത്തിൽ ബിസ്മിയെ പ്രത്യേകം ഉദ്ധരിക്കുന്നുണ്ട്. ബിസ്മി ഓതാതെ ഫാത്തിഹ ശരിയാവുകയില്ലല്ലോ. ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണല്ലോ. എന്നാൽ ആ ബിസ്മി ഓതാതെ ഒരാൾ ഫാത്തിഹ മാത്രം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽ വലദ്ദാല്ലീൻ വരെ മാത്രം നിസ്കാരത്തിൽ ഓതിയാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. കാരണം നമ്മുടെ അഭിപ്രായം അനുസരിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
എന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്താണ്. അപ്പൊ ഒരൊറ്റ ആയത്തും മിസ്സായി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി അവൻ ഓതിയിട്ടല്ലാതെ നിസ്കരിക്കാൻ പാടില്ല. ബിസ്മി അതിൽ ഉൾപ്പെടുത്തണം. ബിസ്മി ഓതാതെ ഒരാൾ ഫാത്തിഹ ഓതിയാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. ഇനിയോ ബിസ്മിയെ സംബന്ധിച്ച് പഠിക്കാനുള്ളത് സൂറത്തു തൗബ. സൂറത്തു തൗബയിൽ ബിസ്മി ഓതാൻ പാടില്ല. സൂറത്തു തൗബ അല്ലാത്ത മുഴുവൻ സൂറത്തുകളുടെയും തുടക്കത്തിൽ ബിസ്മി ഓതൽ സുന്നത്താണ്. എന്നാൽ സൂറത്തു തൗബയുടെ തുടക്കത്തിൽ ബിസ്മി ഓതൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ അതിനെ വിവരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, സൂറത്തു തൗബയുടെ തുടക്കത്തിൽ ബിസ്മി ഓതൽ ഹറാമും ഇടയിൽ വെച്ച് ഓതൽ കറാഹത്തുമാണ്. ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്നു, സൂറത്ത് തൗബയുടെ തുടക്കത്തിൽ ബിസ്മി ഓതൽ കറാഹത്താണ്, ഇടയിൽ സുന്നത്താണ്. ഈ രണ്ട് അഭിപ്രായവും ആർക്കും സ്വീകരിക്കാം. അഥവാ അറിയാതെ ബിസ്മി ഓതിപ്പോയാൽ പ്രശ്നം ഇല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മാ കാനത്തി സൂറത്തു തൗബതി, എന്തുകൊണ്ടാണ് അവിടെ സൂറത്തു തൗബയിൽ ബിസ്മി ഓതേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം, സൂറത്തു തൗബ എന്ന് പറയുന്നത് മുസ്തമിലതൻ അൽ അംരി ബിൽ ഖിതാൽ, അത് മക്കയിലെ മുശ്രിക്കുകൾ ഉണ്ടല്ലോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി, മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ മെനഞ്ഞവരാണ് മക്കയിലെ മുശ്രിക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്തടിക്കാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുഖത്തടിച്ചു ചെരിപ്പ് കൊണ്ട്. അവിടെ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നു, വീട്ടിലേക്ക് പോകുന്നു, എത്രയോ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അവിടുത്തെ സ്വഹാബത്തിനെ കൊന്നൊടുക്കുന്നു. പീഡനങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വന്നപ്പോൾ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോയി. ആ മദീനയിലും ജീവിക്കാൻ അനുവദിക്കാതെ അതാ നിഷ്ഠൂരമായി കൊല ചെയ്യാനുള്ള പല മാർഗങ്ങളും അവർ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുശ്രിക്കുകൾക്കോ അവരോട് പിൻപറ്റിയ മുഴുവൻ ആളുകൾക്കും വലിയ ശിക്ഷയുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ പറയുന്ന സൂറത്താണ് സൂറത്തു തൗബ. ആ സൂറത്തു തൗബ ഇറങ്ങുന്നത് അനിവാര്യ ഘട്ടത്തിൽ വാളെടുക്കാൻ വേണ്ടി യുദ്ധം കൊണ്ടുള്ള ഒരു കൽപ്പനയാണ്. അത് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇസ്ലാം ഒരിക്കലും ഭീകരവാദത്തിന്റെ മതമല്ല, തീവ്രവാദത്തിന്റെ മതമല്ല. ഇസ്ലാം സുന്ദരമായ ആശയത്തിന്റെ മതമാണ്. ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നേരെ മറിച്ച് കാണുന്നവരെയെല്ലാം വെട്ടണമെന്ന് പറയുന്ന മതമല്ല. അതുകൊണ്ട് തന്നെ അനിവാര്യ ഘട്ടത്തിൽ പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ആ യുദ്ധം കൊണ്ടുള്ള ഒരു കൽപ്പന ഇറങ്ങിയ ആയത്താണ്. ആ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആയത്തിന് പ്രത്യേകമായ ഒരു ഗൗരവമുണ്ട്. മക്ക മുശ്രിക്കുകളോടുള്ള പ്രതിരോധവും അവർക്കുള്ള ശിക്ഷയെക്കുറിച്ചും വളരെ ശക്തമായ രൂപത്തിലാണ് അതിലെ ഓരോ ആയത്തുകളും പ്രതിപാദിക്കുന്നത്. അതുകൊണ്ടോ ആ ഗൗരവം നിലനിർത്താനാണ് ബിസ്മി ഒഴിവാക്കാൻ അവിടെ കൽപ്പിക്കുന്നത്. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. ആ കാരുണ്യം വിശാലമാക്കുന്ന സമയമല്ലല്ലോ സൂറത്തു തൗബ. അത് അതിന്റെ ഗൗരവത്തിലൂടെ തന്നെ നിൽക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ടാണ് ബിസ്മി സൂറത്തു തൗബയിൽ ഒഴിവാക്കിയത് എന്നാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടത്തെ തഫ്സീറിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ബിസ്മിയെ കുറിച്ച് വളരെ വിശാലമായ, അതിനെക്കുറിച്ച് തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാന്മാർ ഇറക്കിയിട്ടുണ്ട്. അതൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അല്പമെങ്കിലും നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് യാത്ര പോയി ചെല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ഖബൂലാക്കി തരുമാറാവട്ടെ. يا أكرم الخلق ما لمن ألوذ به سواك إنه للحديث العميم مولاي صل وسلم دائما
آمنا ولن يضيق رسول الله داود لي إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك للخلق كلهم فإنا من جودك دنيا ومرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا للخلق كلهم يا نفس لا تقنطي من زلة عظما إن الكبائر في غفرانك اللمم مولاي صل وسلم دائما أبدا على حبيبك خير كلهم لعل رحمة بحين يقسمها تأتي على حسب نسيان في الحسن مولاي صل وسلم دائما أبدا على حبيبك يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير والتقم عمديك في دارين إن له صبرا متى تدره الأهوال ينهزم مولاي صل وسلم دائما أبدا للخلق كلهم واغذل لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا للخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي دائما أبدا على حبيبك خير نهت عن قاتباني في حصبان وأطرب العيس حال العيس بالنغم صلى الله على محمد
محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي لله من آمن على حبيبك للخلق كلهم